അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധ റജബ് മാസത്തിൻ്റെ 7ാമത്തെ രാവിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 7ാമത്തെ പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്ത് നൽകുന്ന പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പലരും ചോദിച്ചു, ഉസ്താദേ, ഞങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ പേരെന്താ എടുത്തു പറയാത്തത്? ഇപ്പോൾ നമ്മുടെ ഈ മജ്ലിസിലൊക്കെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, കടങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ചില ആൾക്കാർ പേര് പറഞ്ഞിട്ട് അബ്ദുൽ ഖാദർ, അല്ലെങ്കിൽ എന്താണ് മുഹമ്മദ് കുട്ടി, അല്ലെങ്കിൽ എന്താണ് ഫാത്തിമ, അല്ലെങ്കിൽ എന്താ മറിയോ, അവർ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം ഉസ്താദെ. അപ്പോൾ പല ഉസ്താദുമാരും അങ്ങനെ പേരെടുത്ത് പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ തീരൂല. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കാം, ഓരോ വീഡിയോകൾക്ക് താഴെയും ദുആ വസിയത്ത് എഴുതുന്ന 10,000-2,000-ത്തിലധികം ആളുകളാണ്. നമുക്ക് എങ്ങനെ ഓരോ ആളുകളുടെയും പേര് പറയാൻ പറ്റും? നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമില്ല, ഒരു കൂടിപ്പോയാൽ 40 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി മൊത്തത്തിൽ ദ്വാരക്കാം എന്നല്ലാതെ ഓരോ ആളുകളുടെയും പേരും അവരുടെ വിഷമങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതിന് തന്നെ മണിക്കൂറുകളോളം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആ ചെയ്യുകയാണ്. പിന്നെ ഉസ്താദിനെ അങ്ങോട്ട് ദുആ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങോട്ട് മാറി നിൽക്കുന്ന പരിപാടി നമുക്ക് പറ്റൂല. ഇപ്പോൾ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഇനി കമൻ്റായിട്ട് ദുആ ചെയ്യാൻ ആരും എഴുതണ്ട എന്നൊന്നും പറയുന്നില്ല, എല്ലാവരും എഴുതണം. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്താണ്, അത് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുമല്ലോ, അത് ഖൈർ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. പക്ഷേ പറയാനുള്ളത്, ദുആ വസിയത്ത് എഴുതിയിട്ട് നമ്മൾ മാറി നിൽക്കരുത്, നമ്മളും ഒക്കെ ദ്വാരക്കണം. ഇപ്പോൾ ഈ 12,000 ആളുകൾക്കും മൊത്തത്തിലാണ് നമ്മൾ ദ്വാരക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ദ്വാരക്കുമ്പോൾ നമുക്കെന്താണ്, ഓരോ ആളുകളെയും സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞ് ദ്വാരക്കാൻ പറ്റൂല. മൊത്തത്തിൽ നമ്മളിങ്ങോട്ട് ദ്വാരന്ന് പോവുള്ളൂ. പക്ഷേ നമുക്കത് പലർക്കും കേൾക്കുമ്പോൾ ഒരു റാഹത്ത് തോന്നൂല എന്ന് പറഞ്ഞാൽ, ഓ എൻ്റെ കാര്യം ഉസ്താദ് പറഞ്ഞോ ഇല്ലയോ, അങ്ങനെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹിനോട് പറയാം. ഇപ്പോൾ എനിക്കൊരുപാട് വിഷമമുണ്ട്, എനിക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസരായി കിട്ടണം. അതൊക്കെ നമ്മൾ ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് മൊത്തത്തിൽ അങ്ങോട്ട് ദ്വാരന്ന് പോകും. നമ്മൾ നമ്മുടെ കാര്യം അള്ളാഹിനോട് പറയും പോലെ ഏത് ഉസ്താദ് പറഞ്ഞാലും ശരിയാവൂല. അപ്പോൾ ഉസ്താദുമാരുടെ ദുആയല്ല അള്ളാഹു സ്വീകരിക്കുന്നത്, അതൊക്കെ ആയിരിക്കാം അല്ലേ. ഉസ്താദുമാരുടെയും ദുആ സ്വീകരിക്കും, സാധാരണക്കാർ എല്ലാവരുടെയും അള്ളാഹു ദുആ എല്ലാവരുടെയും സ്വീകരിക്കും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറണം. അതിനെന്താണ്, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുത്ത് നമ്മുടെ ശരീരവും നമ്മുടെ നാവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി എടുക്കണം. അതിനാണ് നമ്മുടെ ഇന്നത്തെ മജ്ലിസൊക്കെ നമ്മൾ സംഘടിപ്പിക്കുക. അല്ല വെറുതെ കുറച്ച് നേരം ഇരുന്ന് ദിക്ർ ചൊല്ലിയിട്ട് പോവാനല്ല, അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവാനും അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാനുമാണ് ഇതുപോലുള്ള ദിക്ർ മജ്ലിസൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ദ്വാരക്കുന്നു, പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥത കുറവ് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം സ്വന്തമായിട്ട് അള്ളാഹിനോട് പറയുമ്പോൾ ഒരുപാട് ആത്മാർത്ഥത ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ വസിയത്ത് പറയണം, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അതോടൊപ്പം തന്നെ സ്വന്തമായി നമ്മൾ ദുആ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു തആല നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ദുആയും ദിക്റും തസ്ബീഹും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാനും ഒരുപാട് തസ്ബീഹുകൾ പറയാനും അതുവഴി എന്തൊക്കെ നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ കരസ്ഥമാക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് കമന്റിലൂടെയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി നമ്മൾ അവസാന ഭാഗത്ത് ദ്വാരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ ഈ മജ്ലിസും നമ്മുടെ ദുആയും എല്ലാം പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ തസ്ബീഹിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. റജബ് മാസം 1 ആണ് എന്നറിഞ്ഞത് മുതൽ റജബിൻ്റെ അവസാനം വരെ അല്ല ശഅബാനിലുമൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി കിട്ടുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയണമെന്ന് നമ്മളോട് അരുൾ ചെയ്ത പുണ്യമായ ആ ഒരു ദുആ, ബറക്കത്തിനെ ചോദിച്ചുള്ള ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا
في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله ഈമാൻ പുതുക്കാൻ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ ഒരുപാട് കണ്ട് അധികരിക്കാനും നമുക്ക് ഇഖ്ലാസോടുകൂടി ജീവിച്ച് അവസാനം കെലിമ ചൊല്ലി മരിക്കാനും പറ്റണം ഏത് ഖൗല് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം കൊണ്ട് അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളുടെ നേതാവാണ് സയ്യിദുൽ അദ്കാറാൻ ദിക്റുകളുടെ നേതാവാൻ നമുക്കൊന്ന് പറഞ്ഞാലോ ഈ റജബ് മാസത്തിൽ ഈ ദിക്റ് പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ബറക്കത്തുകളും നൽകട്ടെ ആമീൻ പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
illallah, la ilaha 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 illallah. ഇനി റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 70 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒരുപാട് നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. പറഞ്ഞോ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, 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 അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. 10 ലക്ഷം പാപങ്ങൾ വരെ ഒരൊറ്റ പ്രാവശ്യം പറയൽ കൊണ്ട് പൊറുത്തു തരുമെന്ന് ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് മശായിഖന്മാർ, ഒരുപാട് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഈ റജബ് മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യണം, നമുക്ക് പൊറുപ്പിച്ചെടുക്കണം. അതിന് പറ്റിയൊരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹ് ഉസ്താദ്, ഇത് വലിയ ഇച്ചിരി പ്രയാസമുള്ളതാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്.
ഒരു പ്രയാസവുമില്ല നമുക്ക് പറയാൻ. ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നിയേക്കാം, പക്ഷേ അത് വളരെ എളുപ്പമാണ്. നമ്മുടെ 10 ലക്ഷം പാപങ്ങൾ ഒരൊറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ പൊറുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യണം. ഏതിലൊക്കെ ബർക്കത്ത് ചെയ്യണം? നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവണം. നമുക്കതൊന്ന് ചോദിച്ചാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين.
العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين മീസാൻ എന്ന തുലാസില് നന്മയുടെ തട്ട് വേഗത്തിൽ ഭാരം കൊണ്ട് തൂങ്ങാൻ പറ്റിയ, വേഗത്തിൽ ഭാരം കൊണ്ട് നിറയുന്ന ഒരു ദിക്റുണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള കടങ്ങളും അതുപോലെ തന്നെ പ്രയാസ പ്രശ്നങ്ങളും റബ്ബ് മാറ്റി തരട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വലാത്തിൻ്റെ, ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, ഈ അദ്കാറുകളുടെ ഈ മജ്ലിസ്
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും സ്വീകരിക്കും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ അല്ലേ? അവർക്കൊക്കെ ഇൻഷാ അള്ളാഹ് വലിയ ഒരു അത്താണിയാണ്. നമ്മൾ ഇൻഷാ അള്ളാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊക്കെ പറയുന്ന ഒരു ആമീനിന്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ള ആവേശം, ആർജവം തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദുആയാണ്, നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിന്റെ വളർച്ച. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ പ്രശ്നത്തിലായവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹുവെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പതിവ് പോലെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്ക്, അതുപോലെ സൂറത്തുൻ നാസ്, ഇതൊക്കെ നമുക്ക് ഓരോ വട്ടം ഓതി, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റജബിൽ അല്ലാഹുവേ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ബറക്കത്തിനെ ചോദിച്ചല്ലോ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ റജബ് മാസത്തെ പൂർണ്ണമായും
ആയുസ്സും പ്രയോജനപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വന്തമായി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ പണി തീർന്നിട്ടില്ല, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, അവർക്കെല്ലാവർക്കും അനുയോജ്യമായ വീട് നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, പരിശുദ്ധമായ ഈ റജബ് മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും മരണപ്പെട്ട് ആരടി മണ്ണിൽ ഖബറിൽ കിടക്കുമ്പോൾ ഈ റജബ് മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ, ഒരു പ്രകാശമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, വഴിപിഴച്ചു പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വയസ്സായി ഒന്നിനും പറ്റാതെ കഴിയുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലയിൽ ഞങ്ങളെ ഇട്ട് നീ നരകിപ്പിക്കല്ലേ അല്ലാ. ഖൈറായ സമയത്ത് ഖൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി കലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട്, സങ്കടങ്ങൾ ഉള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, മരുന്നില്ലാത്ത രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങളാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ നരമ്പിന്റെ പ്രശ്നങ്ങൾ, ന്യൂറോ പ്രശ്നം പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി രണ്ടും ഫെയിലാണ് ഉസ്താദേ, അത് ഓപ്പറേഷൻ നടക്കുകയാണ്, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ലിവർ വന്നിട്ട് വലിയ പ്രശ്നമാണ് ഉസ്താദേ, ദുആരക്കാൻ പറഞ്ഞവർ. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും പലരും പറയാറുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അങ്ങനെ ഒരുപാട് പേര് ദുആ വസിയത്ത്, പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കടമാണ് ഉസ്താദേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, വീട് ജപ്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, പലരുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷ എഴുതാനുള്ളവരുണ്ട്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, ഉന്നതമായ വിജയം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് ആളുകളാണ്, ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും വളരെ പ്രയാസപ്പെട്ട് അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്, മനസ്സിന്റെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നീ കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് റബ്ബേ. കരുണയുള്ള അല്ലാ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, വദൂദായ അല്ലാ, ജബ്ബാറായ അല്ലാ, സത്താറായ അല്ലാ. റഹ്മാനെ, പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അവരുടെ മനപ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം കമന്റ് എഴുതിയെന്ന് നിനക്കറിയാം റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. മണിക്കൂറുകളോളം വായിച്ചാൽ പോലും തീരാത്ത കമന്റുകൾ എഴുതുന്ന അല്ലാഹുവേ, ഉമ്മമാരെ ഉപ്പമാരെ നീ കബൂൽ ചെയ്യണേ അല്ലാ.
അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ കണ്ട് പരിഹാരം കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും നീ വാരിക്കോരി തരണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. നാളെയും നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദ്വാരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.